നമ്മുടെ കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള വിവേകമുള്ള സുബോധമുള്ള സകല ആളുകളോടും പറയാനുള്ളത് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മുടെ കേരളത്തിനും നമ്മുടെ നാടിനും ഗുണം കിട്ടുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുക. നമുക്കിന്ന് നമ്മുടെ കേരളത്തിൻ്റെ സപ്തഭാഷാ സംഗമഭൂമിയായിട്ടുള്ള കാസർഗോഡിനെ കുറിച്ച് അവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അശ്വിനി എന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കാസർഗോഡ് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. നമുക്ക് അശ്വിനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡിന് വളരെ ഉചിതമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. 6 ഭാഷകളാണ് അവർ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. അതിന് ആ ഒരു മണ്ഡലത്തിൽ ഉടനീളം അവർക്ക് വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോവാനും സാധിക്കുന്നുണ്ട്. അവരുടെ ഒരു മാധ്യമങ്ങളോട് പറയുന്ന ഒരു വീഡിയോ, ഒരു വാർത്ത കാണാനിടയായിട്ടുണ്ടായിരുന്നു. അവർ വളരെ പെട്ടെന്ന് തന്നെ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് റിപ്പോർട്ടർ ചാനലിലാണ് കൊടുത്തിട്ടുള്ളത്. കാസർകോട്ടേക്ക് എയിംസ് കൊണ്ടുവരുമെന്നാണ്. ഒരു സംശയം പോലുമില്ലാതെ ഒറ്റയടിക്ക് അവരങ്ങ് പറഞ്ഞിട്ടുള്ളത്. കാസർഗോഡിനും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചും ഒരു എയിംസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. അശ്വിനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വിനിക്ക് അത് കൊണ്ടുവരാനും സാധിക്കുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. അതങ്ങനെ വെറുതെ പറയുകയല്ല. നമുക്കൊക്കെ തന്നെ അറിയാം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് കാസർഗോഡ് അശ്വിനി എത്തിയിട്ടുള്ളത് എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയാം. ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും രാജ്യം മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രതിപക്ഷത്തിന് പോലും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും ഇവർക്ക്, അതായത് അശ്വിനിക്ക് വോട്ട് ചെയ്താലേ നമ്മുടെ നാടിന് ഗുണം കിട്ടൂ എന്നുള്ളൊരു ബോധം സകല ആളുകൾക്കും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കാസർഗോഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമുക്കൊക്കെ തന്നെ അറിയാം, അവിടെയുള്ള സിറ്റിംഗ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം ആ ഒരു കാസർഗോട്ടേക്ക് മത്സരിക്കുന്നതിന് മുമ്പ് വരെ സകല മാധ്യമങ്ങൾ, വെറുതെ പറയുകയൊന്നുമല്ല, സകല മാധ്യമങ്ങളിലൂടെയും സകല ആളുകളോട് സംസാരിക്കുന്ന സകല പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ നെറ്റിയിലൊരു കുറിയുണ്ടായിരുന്നു. അദ്ദേഹം കാസർഗോട്ടേക്ക് എത്തിയ ആ സമയത്ത് ആ കുറി അങ്ങ് മയച്ചിട്ടുള്ളതാണ്. ഇന്നേ വരെ പിന്നീട് ആ നെറ്റിയത്ത് കുറി കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അശ്വിനി ചെയ്യുന്നത് എന്താണ്? തൻ്റെ നെറ്റിയിൽ ചന്ദനക്കുറി ചാർത്തിക്കൊണ്ട് അന്തസ്സോട് കൂടിയിട്ട് കാസർകോട്ടെ വളരെ പ്രധാനപ്പെട്ട മുസ്ലിം പള്ളിയിൽ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട ആളുകളെ, മതപണ്ഡിതന്മാരുടെ അടുത്തേക്ക് എത്തിയിട്ട് വോട്ട് ചോദിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊക്കെ തന്നെ അറിയാം, ഒരു മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതങ്ങളെ അതേപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ മതേതരവാദികൾ എന്ന് പറയുന്നത്. അല്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ സ്വന്തം കുറി മായച്ചിട്ട് മറ്റുള്ളവരെ പ്രീണിപ്പെടുത്തുന്നതിന് മറ്റൊരു പേരാണ് പറയുന്നത്. അത് ഞാനിവിടെ എടുത്തു പറയുന്നില്ല. അതേപോലെ തന്നെ അശ്വിനി ക്രിസ്ത്യൻ പള്ളിയിലേക്കും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ടുള്ള മതപണ്ഡിതന്മാരുടെ അടുത്തേക്കും അവർ പോകുന്നതും വോട്ട് ചോദിക്കുന്നതും അവരുമായിട്ട് സംസാരിക്കുന്നതുമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ കൂടിയുണ്ട്. ഇതുപോലെ അശ്വിനിയൊക്കെ, ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇതുപോലെ മറ്റെല്ലാ മതങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കും മതപണ്ഡിതന്മാരുടെ അടുത്തേക്കുമൊക്കെ നിരന്തരം പോവുകയും അവരുമായിട്ട് സൗഹാർദ്ദം ഇങ്ങനെ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വലിയ രീതിയിൽ നെഞ്ചിടിപ്പുണ്ടാവുന്നുണ്ട്. കാരണം അവർ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ച് അവരുടെ വോട്ടും വാങ്ങിയാണല്ലോ മുന്നോട്ട് പോവാറുള്ളത്. ഇതിപ്പോൾ അശ്വിനിയെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും അവരുടെ അടുത്ത് പോയിട്ട് വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകും
ഉണ്ടാവുമ്പോൾ നെഞ്ചിടിപ്പ് സ്വാഭാവികമായിട്ടും ഇടത് വലത് കേന്ദ്രങ്ങളിൽ ഉണ്ടാവുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്ത് വളരെ വലിയൊരു സത്യമുണ്ട്. ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. അത് ഈ രാജ്യത്തുള്ള വലിയൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചാലേ കേരളത്തിന് ഗുണമുണ്ടാവൂ എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇത് ആരുടെയെങ്കിലും ഭാഗം വിളിച്ചു പറയുകയല്ല. നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാവണമെങ്കിൽ രാജ്യം ഭരിക്കുന്ന ആളുകൾ നിർത്തിയിട്ടുള്ള ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാലേ ഗുണമുണ്ടാവൂ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.